Hi dear friends, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ PCET 412 കോൺക്രീറ്റ് ടെക്നോളജിയുടെ ഫോർത്ത് മൊഡ്യൂളിലെ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി, ഈ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ സിലബസിലേക്ക് വന്നാൽ ഫോർത്ത് മൊഡ്യൂളിൽ ആദ്യം വരുന്ന ടോപ്പിക്കാണ് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ് ഈ ഡ്യൂറബിലിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർത്ത് മൊഡ്യൂളിൽ ഡ്യൂറബിലിറ്റിയിൽ നമുക്ക് മൊത്തത്തിൽ പഠിക്കാനായിട്ടുള്ളത് ഡ്യൂറബിലിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി, പെർമിയബിലിറ്റി, ക്രാക്കിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് കൊറോഷൻ, കാർബണേഷൻ, ക്ലോറൈഡ് പെനട്രേഷൻ, സൾഫേറ്റ് അറ്റാക്ക്, ആസിഡ് അറ്റാക്ക്, ഫയർ റെസിസ്റ്റൻസ്, ഫ്രോസ്റ്റ് ഡാമേജ്, ആൽക്കലി സിലിക്ക റിയാക്ഷൻ, കോൺക്രീറ്റ് ഇൻ സീ വാട്ടർ. ഇത്രയാണ് ഡ്യൂറബിലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ ഡെഫിനീഷൻ ഒന്ന് നോക്കാം. എ ഡ്യൂറബിൾ കോൺക്രീറ്റ് ഈസ് വൺ ദാറ്റ് പെർഫോംസ് സാറ്റിസ്ഫാക്ടറിലി in the working environment during its anticipated exposure condition during service. ഓക്കെ, അപ്പോൾ ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഒരു ഡ്യൂറബിൾ കോൺക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പോഷർ കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ സർവീസ് പീരീഡിൽ അതിൻ്റെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമ്മൾ അതിനെ ഡ്യൂറബിൾ കോൺക്രീറ്റ് എന്ന് പറയും. അടുത്ത ഡെഫിനീഷൻ, ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു റെസിസ്റ്റ് വെതറിംഗ് ആക്ഷൻ, കെമിക്കൽ അറ്റാക്ക്, അബ്രേഷൻ or any other process of deterioration. അപ്പോൾ അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റിയുടെ ഡെഫിനിഷനാണ് പറയുന്നത്. ഒരു കോൺക്രീറ്റിന് നമ്മൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് അത് വെതറിങ് ആക്ഷനിൽ റെസിസ്റ്റ് ചെയ്യണം, കെമിക്കൽ അറ്റാക്കിൽ റെസിസ്റ്റ് ചെയ്യണം, അത് അബ്രേഷനും മറ്റ് പല ഡിറ്റീരിയേഷനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയും. വെൻ എക്സ്പോസ് ടു എൻവയറമെൻ്റൽ ഡ്യൂറബിലിറ്റി കോൺക്രീറ്റ് When exposed to environment, durable concrete is likely to retain its original form, quality and serviceability during its lifetime. ഒരു ഡ്യൂറബിൾ കോൺക്രീറ്റ് ആണെങ്കിൽ അത് അതിൻ്റെ വർക്കിംഗ് എൻവയറമെൻറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആണെങ്കിൽ കൂടെ അത് അതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിലും അതിൻ്റെ ഒറിജിനൽ ഫോമിലും ഒറിജിനൽ സർവീസബിലിറ്റിയിലും നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡ്യൂറബിൾ കോൺക്രീറ്റ് എന്ന് പറയും. ഡ്യൂറബിൾ കോൺക്രീറ്റ് കൺസിഡേഴ്സ് ലിമിറ്റ്സ് ഫോർ മാക്സിമം വാട്ടർ കണ്ടൻറ്റ്, water cement ratio, minimum cement content, cover thickness, type of cement used, presence of amount of chlorides and sulfates in concrete. ഒരു ഡ്യൂറബിൾ കോൺക്രീറ്റ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഡിസൈൻ സമയത്ത് അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമ്മൾ ഒരു ലിമിറ്റിൽ സെറ്റ് ചെയ്യണം, സിമെൻറ്റ് കണ്ടൻറ്റിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യണം, കവർ ഒരു പ്രോപ്പർലി കൊടുക്കണം, അതിൽ യൂസ് ചെയ്തേക്കുന്ന സിമെൻറ്റും മറ്റു മെറ്റീരിയൽസും ഒക്കെ നമ്മൾ കറക്റ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാൻ വേണം. എങ്കിലേ ആ കോൺക്രീറ്റ് നമുക്ക് ഡ്യൂറബിളായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. കോൺസിക്വൻസ് ഓഫ് ഇൻഎഡിക്വേറ്റ് ഡ്യൂറബിലിറ്റി ഇൻ കോൺക്രീറ്റ്. ഇപ്പോൾ കോൺക്രീറ്റിൽ ഡ്യൂറബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് സ്ട്രെങ്ത് ഇൻ കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് പോകെ കുറഞ്ഞു പോകും. കോൺക്രീറ്റ് ലയബിൾ ടു ബി ഈസിലി എഫക്റ്റഡ് ബൈ ഡിറ്ററൻസ്. അതായത് എൻവയൺമെൻറ്റലിൻ്റെ ഓരോ അറ്റാക്ക്, സൾഫേറ്റ് അറ്റാക്ക്, കാർബണേഷൻ അറ്റാക്ക്, സ്നോഫോള്, വാട്ടർ, റെയിന്, അതുപോലെ സൺലൈറ്റ്, ഇതിൻ്റെയൊക്കെ ഓരോ എഫക്റ്റും കൊണ്ട് കോൺക്രീറ്റ് പെട്ടെന്ന് വീക്കായിട്ട് വരും. കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പി, ബാർസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ആ റീഇൻഫോഴ്സ്മെൻറ്റ് പതുക്കെ കൊറോഷൻ വരാൻ തുടങ്ങും. അതുവഴി മൊത്തത്തിൽ സ്ട്രക്ചർ ഫെയിലിയർ ആവും. അൺപ്ലസൻറ്റ് അപ്പിയറൻസ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി കുറയുന്നതനുസരിച്ച് ആ ഒരു സ്ട്രക്ചറിൻ്റെ മൊത്തത്തിലുള്ള അപ്പിയറൻസ്, കളർ ചേഞ്ച് ഉണ്ടാവും, ഫംഗസ് വരാൻ തുടങ്ങും. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊറോഷൻ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ പതുക്കെ പുറത്തേക്ക് പൊട്ടി അങ്ങനെ മൊത്തത്തിലുള്ള പ്രസൻസ് അൺപ്ലസൻ്റ് ആയിട്ട് വരും. ഡേഞ്ചർ ടു പേഴ്സൺ ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ സ്ട്രക്ചറിൽ പതുക്കെ ഡ്യൂറബിലിറ്റി ലോസായി വന്നു കഴിയുമ്പോൾ അത് ഏത് സമയത്ത് വേണമെങ്കിലും അതിൻ്റെ അകത്തുള്ള ലിവിങ് പേഴ്സൺസിന് ഹാംഫുള്ളായിട്ട് വരാം. അതുപോലെ അതിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടിയൊക്കെ നശിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. എക്സ്പെൻസീവ് റിപ്പയർ കോസ്റ്റ്. അപ്പോൾ ഡ്യൂറബിലിറ്റി കുറയുന്നതനുസരിച്ച് പോകെ നമുക്ക് ആ സ്ട്രക്ചറിനെ റിട്രോഫിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. അത് എക്സ്പെൻസീവാണ്. ഇതൊക്കെയാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി ഇൻഎഡിക്വേറ്റ് ആണെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ്.
അടുത്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി. ഏതൊക്കെയാണ് ഡ്യൂറബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന് ദ എൻവയോൺമെൻറ്റ്, നമ്മൾ ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന സ്ഥലത്തുള്ള എൻവയോൺമെൻറ്റ്. ഇപ്പോൾ സീഷോറിലാണെങ്കിൽ കൂടുതലായിട്ടും സോൾട്ടിൻ്റെ പ്രസൻസ്, സ്ഥിരമായിട്ടുള്ള ഒരു ബ്രീസിൻ്റെ പ്രസൻസ്, പിന്നെ ഒരു കാശ്മീർ പോലത്തെ തണുത്ത സ്ഥലമാണെങ്കിൽ അവിടെ എപ്പോഴും ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻസ് ഉണ്ടാവും. ഒരുപാട് റെയിൻ ഉള്ളതാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏത് എൻവയോൺമെൻറ്റിലാണോ സ്ട്രക്ചർ പണിഞ്ഞേക്കുന്നത് അതും ഒരു ഫാക്ടറാണ്. അടുത്തത് ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസ്. കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ്, അഡ്മിക്സ്ചർ, വാട്ടർ, ഇതിൻ്റെയൊക്കെ ടൈപ്പും ക്വാളിറ്റിയും ഇതിനെ എഫക്റ്റ് ചെയ്യും. അടുത്തത് സിമെൻറ്റ് കണ്ടൻറ്റ് ആൻഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. നമ്മൾ ആ കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ചെയ്തപ്പോൾ എടുത്തേക്കുന്ന സിമെൻറ്റ് കണ്ടൻറ്റും അതിലുപയോഗിച്ചിരുന്ന വാട്ടർ സിമെൻറ്റ് റേഷ്യോയും ഡ്യൂറബിലിറ്റി എഫക്റ്റ് ചെയ്യും. ദ പ്രോസസ് ഇൻവോൾവ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റ്. നമുക്കറിയാം കോൺക്രീറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബാച്ചിങ്, മിക്സിങ്, കോമ്പാക്ഷൻ, പ്ലേസിങ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സുകളെല്ലാം അതിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ക്വാളിറ്റി മീൻസ് അതിൻ്റെ ഡ്യൂറബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ എവിടെയൊക്കെ ഫോൾട്ട് വരുന്നുണ്ടോ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കുറഞ്ഞു പോകും. വർക്ക്മാൻഷിപ്പ് എക്സ്പെഷ്യലി ഇൻ കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിങ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക്മാൻഷിപ്പ്, ആൾക്കാരുടെ ലേബേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്യുന്ന സമയത്താണ്. പ്രോപ്പർ കോമ്പാക്ഷൻ കൊടുക്കുന്നത് അത് ഡെൻസ്ലി പാക്ഡ് ആയിട്ട് കിട്ടാനും അതിൻ്റെ അകത്തുള്ള എയർ വോയിഡ്സ് ഒക്കെ പോകാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കോമ്പാക്ഷനിൽ വർക്ക്മാൻഷിപ്പ്, ആൾക്കാരുടെ അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഒരു ലേസിനെസ് കൊണ്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ എറേഴ്സ് കൊണ്ടോ നമുക്ക് ഈ പറഞ്ഞിട്ട് കോൺക്രീറ്റിൻ്റെ ഹാർഡൻ ആകുന്ന സ്റ്റേജിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറഞ്ഞു പോകാം. അതുപോലെ ക്യൂറിങ്ങിൽ കുറവ് വന്നു കഴിഞ്ഞാൽ, ഈ ക്യൂറിങ് കൊടുക്കുന്നതനുസരിച്ചാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പ്രോസസ്സ് വരുന്നതും കോൺക്രീറ്റ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നതും. ഇപ്പോൾ ക്യൂറിങ് കുറഞ്ഞു പോയാൽ അല്ലെങ്കിൽ മോശമായിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റിയെ ബാധിക്കും. അടുത്തത് കവർ പ്രൊവൈഡഡ് ടു എംബഡഡ് സ്റ്റീൽ. അപ്പോൾ നമുക്കറിയാം ഒരു സ്ലാബ് സ്ട്രക്ചർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് മുതൽ ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഔട്ടർ വരെയുള്ള ഈ ഒരു സ്പേസിങ്ങിനെയാണ് നമ്മൾ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിമം കവർ നമ്മൾ കൊടുത്തിട്ടല്ല ഈ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് അകത്ത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പെട്ടെന്ന് കൊറോഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊറോഷൻ വരുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഫർദർ കോൺക്രീറ്റും ഡിറ്റീരിയേറ്റ് പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന എംബഡഡ് സ്റ്റീലിന് പ്രോപ്പറായിട്ടുള്ള ഒരു കവർ കൊടുക്കേണ്ടി വരും. ഇത്രയാണ് ഡ്യൂറബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്ത സിഗ്നിഫിക്കൻസ് ഓഫ് ഡ്യൂറബിലിറ്റിയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഡൂയിങ് മിക്സ് ഡിസൈൻ ഓർ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ, എക്സ്പോഷർ കണ്ടീഷൻ ടു ബി അസസ്ഡ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗുഡ് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്തും കോൺക്രീറ്റ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്തും ആ സ്ട്രക്ചർ ഏത് കണ്ടീഷനിലാണോ അല്ലെങ്കിൽ ഏത് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിലാണോ എക്സ്പോസ്ഡ് ആവുന്നത് ആ എക്സ്പോഷർ കണ്ടീഷൻ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യം മുതലേ ആ മിക്സ് ഡിസൈൻ ചെയ്യാനും സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാനും. നെക്സ്റ്റ്, ഫൗണ്ടേഷൻ. ഇൻവെസ്റ്റിഗേറ്റ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് റെസ്പെക്ട് ടു സൾഫേറ്റ് ആൻഡ് ക്ലോറൈഡ് കണ്ടൻറ്റ് ഇൻ സോയിൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. ഇപ്പോൾ ഫൗണ്ടേഷൻ, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് മെമ്പറാണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ അകത്തുള്ള സൾഫേറ്റിൻ്റെയും ക്ലോറൈഡിൻ്റെയും പ്രസൻസ്, അത് സോയിലാണെങ്കിലും സോയിലിൻ്റെ അകത്തുള്ള ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആണെങ്കിലും അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ പതുക്കെ വീക്കായി കൊറോഷൻ വന്ന് അത് പതുക്കെ സ്ട്രക്ചറിനെയും ബാധിക്കും. The maintenance cost is increasing day by day because of pollution and many other factors, particularly in urban areas and developed countries. Over 40% of the total resource of the building industries are spent on repairs and maintenance. ഓക്കെ, ഇന്നത്തെ ഈ ഒരു ഡ്യൂറബിലിറ്റിയുടെ ഒരു സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു മെയിൻ ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ 40% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് റിപ്പയറിനും മെയിൻ്റനൻസ് വർക്കിനുമാണ്. അപ്പോൾ ആക്ച്വൽ സ്ട്രക്ചർ പണിഞ്ഞതിന് ശേഷം അത് അതിൻ്റെ ലൈഫ് ടൈമിൻ്റെ അകത്ത് തന്നെ പല രീതിയിൽ പൊല്യൂഷൻ കൊണ്ടും മറ്റ് ഫാക്ടേഴ്സ് കൊണ്ടും പെട്ടെന്ന് സിറ്റീസിലുള്ള ബിൽഡിങ്സിലൊക്കെ ഈ പറഞ്ഞോട്ട് റിപ്പയറും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ എമൗണ്ടിൻ്റെ ഒരു 40% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ടാണ്. Nowadays, special repair materials techniques are available. Use of such materials make repair works more effective and durable. ഓക്കെ, ഇപ്പോൾ ഇന്ന് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ഈ റിപ്പയർ വർക്കിന് സ്പെഷ്യൽ മെറ്റീരിയൽസും ടെക്നിക്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്കത് എഫക്റ്റീവും കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡ്യൂറബിൾ ആയിട്ട് വരാറുണ്ട്. Second grade raw materials such as limestone containing excess chloride is being used for pressing economic reasons. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഗ്രേഡ് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ലൈം സ്റ്റോൺ ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക്കലി ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് കോസ്റ്റ് കുറഞ്ഞ്
കിട്ടുകയും ചെയ്യും. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻ ഡ്യൂറബിലിറ്റി. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റിയിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോയുടെ റോൾ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹൈ പെർമിയബിലിറ്റി കിട്ടും എന്നുള്ളതാണ് കോൺക്രീറ്റിന്. അപ്പോൾ ഹൈ വോളിയം ചേഞ്ച്, ക്രാക്സ് അപ്പിയർ, ഡിസിൻറ്റഗ്രേഷൻ, കോൺക്രീറ്റ് ഫെയിൽസ്. അപ്പോൾ ഒരു മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺക്രീറ്റ് ഹൈ പെർമിയബിലിറ്റി ഉള്ള കോൺക്രീറ്റ് ആയിരിക്കും. പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദ എബിലിറ്റി ടു പെനട്രേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ വാട്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ കോൺക്രീറ്റിൻ്റെ അകത്ത് വോളിയം ചേഞ്ച് ഉണ്ടാകുന്ന കൂടും. വോളിയം ചേഞ്ച് കൂടുമ്പോൾ കോൺക്രീറ്റിനകത്ത് ക്രാക്സ് ഡെവലപ്പ് ചെയ്യും. പതുക്കെ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഫ്യൂച്ചറിൽ കോൺക്രീറ്റ് ഫെയിലും ആവും. അപ്പോൾ ഇത് ഹൈ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ദ യൂസ് ലോവസ്റ്റ് പോസിബിൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫണ്ടമെൻ്റൽ റിക്വയർ ഫോർ പ്രൊഡ്യൂസിങ് ഡെൻസ് ആൻഡ് ഇൻപെർമിയബിൾ കോൺക്രീറ്റ്. അപ്പോൾ എത്രത്തോളം നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറക്കാൻ പറ്റും അത്രത്തോളം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ലോവസ്റ്റ് ആക്കി വെക്കുക. ഇതാണ് നമുക്കൊരു ഡെൻസ് ആൻഡ് ഇൻപെർമിയബിൾ കോൺക്രീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലുള്ള ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ്. Low water cement ratio, the permeability decreases to such a level that these concretes are impervious to water and contain interconnected network of capillarities, but these capillaries are so fine that water cannot flow through them. ഓക്കെ, അപ്പോൾ ഒരു ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ പെർമിയബിലിറ്റി മാക്സിമം കുറക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് അത് കോൺക്രീറ്റിനകത്ത് വാട്ടർ നമുക്ക് ഇംപെർവിയസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. The chloride ions diffuse such concrete at a rate of 10 to 15 times lower than that of high water cement ratio. The low water cement ratio concrete are less sensitive to carbonation, external chemical attack and other detrimental effects that causes lack of durability. Okay, അപ്പോൾ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ച് കോൺക്രീറ്റിനുണ്ടാകുന്ന കാർബണേഷൻ എഫക്റ്റ് കുറക്കാൻ പറ്റും. കോൺക്രീറ്റിലുള്ള കെമിക്കൽ അറ്റാക്ക് കുറക്കാൻ പറ്റും. ഇനി ഡ്യൂറബിലിറ്റിയുടെ കുറവ് കൊണ്ടുള്ള മറ്റ് ഡിറ്റീരിയറേഷൻ എഫക്റ്റുകളൊക്കെ കുറക്കാൻ പറ്റും. സ്റ്റീൽ കൊറോഷൻ റെഡ്യൂസസ് ഡ്യൂ ടു ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അപ്പോൾ കോൺക്രീറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ലോ ആണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റീലിന് കൊറോഷൻ സംഭവിക്കുന്നത് നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻ പ്രാക്ടീസ് ഡിഫിക്കൽട്ട് ടു അച്ചീവ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രാക്ടിക്കൽ കേസിൽ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കോൺക്രീറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറയുന്നതനുസരിച്ച് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കുറയും. വർക്കബിലിറ്റി കുറയുമ്പോൾ കോമ്പാക്ഷൻ കുറയും, അതിൻ്റെ സ്ട്രെങ്ത്തും കുറയും. പക്ഷേ ഇന്ന് ലേറ്റസ്റ്റ്ലി നമുക്ക് പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.25 വരെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് പെർമിയബിലിറ്റി ഓൺ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റിയിൽ ഈ ഡ്യൂറബിലിറ്റിയിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? The micro cracks in the initial stage are so small that they may not increase the permeability, but propagation of micro cracks with time due to drying shrinkage, thermal shrinkage and externally applied loads will increase permeability. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഉണ്ടാകുന്ന കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന മൈക്രോ ക്രാക്കുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രശ്നക്കാരനല്ല, അത് പെർമിയബിലിറ്റി കൂട്ടിയൊന്നുമില്ല. പക്ഷേ ഈ മൈക്രോ ക്രാക്ക് ടൈം പോകുന്നതനുസരിച്ച് പതുക്കെ വലുതാവും. കാരണം എന്താണ്? അതിനകത്ത് ഡ്രൈയിങ് ഷ്രിങ്കേജ് അല്ലെങ്കിൽ ടെർമൽ ഷ്രിങ്കേജ്, ടെമ്പറേച്ചർ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഷ്രിങ്കേജ്, അതുപോലെ എക്സ്റ്റേണൽ ലോഡ്സ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് കൊണ്ട് ഈ ചെറിയ ക്രാക്ക് പതുക്കെ വലുതാവും. അങ്ങനെ ക്രാക്സ് വലുതായിട്ട് വരുമ്പോൾ ഫർദർ അത് പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യും. കോൺക്രീറ്റിനകത്ത് വാട്ടർ കടത്തിവിടുന്നത് ഇൻക്രീസ് ചെയ്യും. The extent and size of capillary cavities depend on the water cement ratio. It is one of the main factors contributing to the permeability of cement paste. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്തുണ്ടാകുന്ന ക്യാപ്പിലറി ക്യാവിറ്റി, ചെറിയ പോർ ഹോൾസ് ക്യാവിറ്റീസിൻ്റെയൊക്കെ എക്സ്റ്റെൻറ്റും സൈസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. അപ്പോൾ അതുവഴി നമുക്കത് പെർമിയബിലിറ്റി ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ സിമെൻറ്റ് പേസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ not only the extent of capillary cavity is less, but the diameter is also small and these cavities get filled within few days by the hydration products of cement. അപ്പോൾ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപ്പിലറി ക്യാവിറ്റീസിൻ്റെയൊക്കെ സൈസൊക്കെ വളരെ കുറവായിരിക്കും. മാത്രമല്ല അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യും. The use of pozzolanic materials in optimum proportion reduces the permeability of concrete. അപ്പോൾ നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് പൊസലാനിക് മെറ്റീരിയൽ, ഫ്ലൈ ആഷ് പോലത്തെ മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്യുമ്പോൾ
അത് കോൺക്രീറ്റിൻ്റെ പെർമിയബിലിറ്റിയെ പതുക്കെ റെഡ്യൂസ് ചെയ്യും. അടുത്തത് എഫക്റ്റ് ഓഫ് ഫ്രീസിങ് ആൻഡ് തോയിങ് ഇൻ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. നമുക്കറിയാം തണുപ്പ് രാജ്യങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഐസാകുകയും ചെയ്യും, ഡേ ടൈം ആകുമ്പോൾ അത് മെൽറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഫ്രോസ്റ്റ് ആക്ഷൻ, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വെതറിങ് ആക്ഷൻ ഓൺ ഡ്യൂറബിലിറ്റി, ലൈഫ് സ്പാൻ റെഡ്യൂസസ്. അപ്പോൾ ഫ്രോസ്റ്റ് ആക്ഷൻ ആണ് ഈ വെതറിങ്ങിൽ ഏറ്റവും ഡ്യൂറബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടർ. ഫ്രോസ്റ്റ് ആക്ഷൻ കൊണ്ട് കോൺക്രീറ്റിൻ്റെ ലൈഫ് സ്പാൻ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യും. The fresh concrete contains considerable quantity of free water and these free water is subjected to freezing temperature. Discrete ice lenses are found. ഓക്കെ, ഇപ്പോൾ ഫ്രഷ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ആകാത്ത ഹാർഡാകാത്ത കോൺക്രീറ്റ് ആണ്. അതിൻ്റെ അകത്ത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഈ വാട്ടർ ഫ്രീസ് ആകുന്നത് വഴി അത് ഐസ് ഫോർമേഷനിലേക്ക് വരും. ദ വാട്ടർ എക്സ്പാൻഡ് അബൌട്ട് 9% ഇൻ വോളിയം ഡ്യൂറിങ് ഫ്രീസിങ് ആൻഡ് കോസസ് പെർമനൻറ്റ് ഡാമേജ് ടു കോൺക്രീറ്റ്. അപ്പോൾ ഈ രീതിയിൽ കോൺക്രീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വാട്ടർ ഫ്രീസ് ആകുമ്പോൾ, അപ്പോൾ ഏത് മെറ്റീരിയൽ ഫ്രീസ് ആകുമ്പോഴും 9% വാട്ടർ ഫ്രീസ് ആയാൽ അതിൻ്റെ വോളിയം 9% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള വാട്ടർ ഫ്രീസ് ആയാൽ അതിൻ്റെ അകത്ത് വോളിയം ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഫിക്സ്ഡ് ഹാർഡായിട്ടിരിക്കുന്ന കോൺക്രീറ്റ് വോളിയം ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇലാസ്റ്റിക് അല്ല, ഹാർഡൻ മെറ്റീരിയലാണ്, അതിനകത്ത് ക്രാക്സ് വരും. The temperature of fresh concrete should be maintained above 0 degrees Celsius and hardened concrete also should not be subjected to extremely low temperature. അപ്പോൾ ഫ്രഷ് കോൺക്രീറ്റിൻ്റെ കേസ് നമ്മൾ ആ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രഷ് കോൺക്രീറ്റ് ആണെങ്കിൽ പോലും ഒരു കാരണവശാലും അതിൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ താഴാൻ പാടില്ല. ഇനി ഹാർഡൻ കോൺക്രീറ്റ് എടുത്താൽ പോലും നമ്മൾ എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിലേക്ക് അതിനെ ട്രീറ്റ് ചെയ്യരുത്, അവിടെയും നമുക്ക് ക്രാക്കിങ്സ് ഉണ്ടാവും. ദ ഫ്രീസിങ് ഓഫ് വാട്ടർ ഇൻ ഹാർഡൻ കോൺക്രീറ്റ് exert a pressure of about 14 megapascal and it eventually exceeds the tensile stress of concrete and causes breakdown. ഇനി ഹാർഡൻ കോൺക്രീറ്റിലാണെങ്കിൽ പോലും ഈ വാട്ടർ ഫ്രീസ് ചെയ്യുന്ന എഫക്റ്റ് കൊണ്ട് ആ ഒരു കോൺക്രീറ്റിലേക്ക് 14 മെഗാപാസ്കൽ വരെയുള്ള പ്രഷർ അതിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ 14 മെഗാപാസ്കൽ എന്ന് പറയുമ്പോൾ 14 ന്യൂട്ടൺ പെർ mm² ആണ്. അത് കോൺക്രീറ്റിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിനെക്കാളും വലുതാണ്. അപ്പം ഇങ്ങനെ ഒരു സ്ട്രെസ് കോൺക്രീറ്റിലേക്ക് വരുമ്പോൾ അത് പതുക്കെ ബ്രേക്ക് ഡൗൺ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫുള്ളി ഹാർഡൻ കോൺക്രീറ്റ് ഈസ് വൾണറബിൾ ടു ഫ്രോസ്റ്റ് ഡാമേജ്, പർട്ടിക്കുലർലി ടു ദ എഫക്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് സൈക്കിൾ ഓഫ് ഫ്രീസിങ് ആൻഡ് തോയിങ്. കോൺക്രീറ്റ് അറ്റ് യങ്ങർ ഏജ്, മോർ വാട്ടർ മോർ ഫ്രീസിങ്. ഓക്കെ, അപ്പോൾ ഫുള്ളി ഹാർഡൻ കോൺക്രീറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഫ്രോസ്റ്റ് ഡാമേജ് ഉണ്ടാകാനുള്ള എഫക്റ്റ് കൂടുതലാണ്. അത് എത്രത്തോളം ഫ്രീസിങ് ആൻഡ് തോയിങ് സൈക്കിൾ കൂടുന്നോ അത്രത്തോളം അതിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഫ്രീസിങ് ആൻഡ് തോയിങ് ഡെയിലി നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു മന്ത്ലി ബേസിസിലെങ്കിലും ഇത് നടക്കുന്നുണ്ടാവും. അതായത് നല്ല തണുപ്പുള്ള സമയത്ത് ഫ്രീസിങ് സംഭവിക്കും, ഹീറ്റ് വരുന്നതനുസരിച്ച് അത് വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്ത് വോളിയം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എത്രത്തോളം ഈ ഫ്രീസിങ് തോയിങ് സൈക്കിൾസ് വരുന്നോ അത്രത്തോളം അതിനെ കോൺക്രീറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കോൺക്രീറ്റ് യങ്ങർ സ്റ്റേജിലാണെങ്കിൽ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന ഫ്രീസിങ് വളരെ കൂടുതലായിരിക്കും. എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് വിത്ത് ലോ വാട്ടർ സിവൻ റേഷ്യോ ആൻഡ് എയർ കണ്ടൻറ്റ് of 5 to 8% will withstand a great number of cycle of freezing and thawing without distress. ഓക്കെ, അപ്പോൾ സ്പെഷ്യലി മെയ്ഡ് ആയിട്ടുള്ള എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ, ഇപ്പോൾ ലോ എയർ എൻട്രെയിനിങ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏകദേശം 5 to 8% എന്തായിരിക്കും, എയർ കണ്ടൻ്റ് ആയിരിക്കും, വേക്കൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൺക്രീറ്റിൽ ഫ്രീസിങ്ങും ത്രോയിങ്ങും വരുമ്പോൾ അത് ക്രാക്സ് വരാതെ പിടിച്ച് നിൽക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഗ്രേറ്റ് നമ്പർ ഓഫ് സൈക്കിൾസ് ഓഫ് ഫ്രീസിങ് ആൻഡ് തോയിങ് അത് ഡിസ്ട്രസ് ഇല്ലാതെ, അതായത് കോൺക്രീറ്റ് സ്ട്രെസ് കൊടുക്കാതെ ക്രാക്സ് വരാതെ അതിന് ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എയർ എൻട്രെയിൻഡ് കോൺക്രീറ്റ് ആണ് നമ്മൾ സ്ട്രക്ചർ വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡ്യൂറബിലിറ്റിയുടെ ഒരു എസ്റ്റിമേറ്റ്, ഈ ഒരു ഫ്രീസിങ് ആൻഡ് തോയിങ്ങിനെ വെച്ചിട്ട് ഡ്യൂറബിലിറ്റിയുടെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നത് ഡ്യൂറബിലിറ്റി ഫാക്ടറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂറബിലിറ്റി ഫാക്ടർ വെച്ചിട്ടാണ് അത് എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറബിലിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈക്കിൾസ് അറ്റ് ദി എൻഡ് ഓഫ് ടെസ്റ്റ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഒറിജിനൽ മോഡുലസ് ഡിവൈഡഡ് ബൈ 300. ASTM മെത്തേഡ്, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡ്യൂറബിലിറ്റി ഫാക്ടർ ഈസ് ടു കണ്ടിന്യൂ ഫ്രീസിങ് ആൻഡ് തോയിങ് ഓഫ് 300 സൈക്കിൾ. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിൽ നമ്മൾ 300 സൈക്കിൾസ് ഫ്രീസിങ് ആൻഡ് തോയിങ് കൊടുക്കും അൺടിൽ എ ഡൈനാമിക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് റെഡ്യൂസ് ടു 60%.
ഓഫ് ഇറ്റ്സ് ഒറിജിനൽ വോളിയം വിച്ച് എവർ ഈസ് ഒക്കേഴ്സ് ഫസ്റ്റ്. ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് സ്പെസിമെനിൽ നമ്മൾ 300 സൈക്കിൾസ് ഓഫ് ഫ്രീസിങ് ആൻഡ് തോയിങ് കൊടുക്കും. എപ്പോഴാണോ അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇനീഷ്യലി നിന്ന് 60% റിഡ്യൂസ് ചെയ്യുന്നത് അവിടെ വരെ നമ്മൾ ഈ ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യും. നോ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഫോർ അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ ഓഫ് കോൺക്രീറ്റ് ഇൻ ടേംസ് ഓഫ് ഡ്യൂറബിലിറ്റി ഫാക്ടർ. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന് ഒരു കറക്റ്റായിട്ടുള്ള ക്രൈറ്റീരിയ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക റിജക്ഷൻ ക്രൈറ്റീരിയ ഒന്നും ഇല്ല. ഇത് വെച്ചിട്ട് അവർ പറയുന്നത് ഈ ഡ്യൂറബിലിറ്റി ഫാക്ടർ ലെസ് ദാൻ 40 കിട്ടുന്നൊരു കോൺക്രീറ്റ് ആണെങ്കിൽ അത് ജസ്റ്റ് സാറ്റിസ്ഫാക്ടറി ആണ്. 40 to 60 ആണ് ഡ്യൂറബിലിറ്റി ഫാക്ടർ എങ്കിൽ ഡൗട്ട്ഫുൾ പെർഫോമൻസ് ആണ്. ഗ്രേറ്റർ ദാൻ 60 ആണ് ഡ്യൂറബിലിറ്റി ഫാക്ടർ എങ്കിൽ പ്രിഫറബിളി സാറ്റിസ്ഫാക്ടറി ആണ്. 100 ആണ് ഡ്യൂറബിലിറ്റി ഫാക്ടർ എങ്കിൽ അത് സാറ്റിസ്ഫാക്ടറി കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡ്യൂറബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, ഡ്യൂറബിലിറ്റി കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, ഡ്യൂറബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.